ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് മാധ്യമങ്ങളോട് സംസാരിച്ചു. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ കക്ഷി കൈകാര്യം ചെയ്യുന്നതെന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു പഠനം നടത്താൻ ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. ഞങ്ങളതൊന്നും ഏറ്റുപിടിക്കാനും പോകുന്നില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. നേതാവ് മാധ്യമങ്ങളെ കാണുക പോലും ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായി ഈ ഒരു വിഷയത്തിന് ശേഷം. സാധാരണ അങ്ങനെ ഒരു വിവാദമാണെങ്കിൽ അദ്ദേഹമെങ്കിലും കാണുന്നുള്ളൂ, മാധ്യമങ്ങളെ കാണാത്ത ഒരവസ്ഥ പോലും ഉണ്ടായി. അതും എനിക്കറിയില്ല. നമുക്ക് അവരോട് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പും അധികാരവും ഒക്കെയാണ്. പക്ഷെ സാധാരണ നിലയിൽ മാധ്യമങ്ങളെ സദാസമയം കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നവർ പൊടുന്നനെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതെന്തുകൊണ്ടാണ് എന്ന സംശയം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതും എനിക്കതിൽ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം ഉടനെ കാണണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളുടെ പ്രചരണം, ഞങ്ങളുടെ കാര്യങ്ങൾ, ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ജനങ്ങളുമായി സംവദിക്കുക, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ, അതിന് മറുപടി പറയൽ, അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തസത്തയാണ് ചോദ്യം ചെയ്യപ്പെടുക. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തൽപരരല്ല എന്ന് മാത്രമേ പറയാൻ. സ്വാഭാവികമാണ്. എല്ലാ നേതാക്കന്മാരും വരട്ടെ. നിലമ്പൂരുകാർക്ക് പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. എല്ലാവരും വരട്ടെ. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം പറയട്ടെ. അതൊന്നും ഒരു മോശം കാര്യമല്ല. ജനാധിപത്യത്തിൽ നല്ല കാര്യമാണ്. പണ്ട് പണ്ഡിറ്റ് നെഹ്റു വന്നിട്ടുണ്ടല്ലോ, കേരളത്തിൽ വന്നിട്ടുണ്ട്. നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസ് തോൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അതൊക്കെ നല്ല കാര്യമാണ്. എല്ലാ നേതാക്കന്മാരും വരികയും അവർക്ക് പറയാനുള്ള രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും ചെയ്യുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ CPM വിമർശനീയമാക്കുന്നുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പഹൽഗാം വിഷയത്തിൽ അല്ലെങ്കിൽ നിലപാട് അറിയിക്കാത്തൊരു സംഘടനയാണെന്ന രീതിയിൽ ഒരു വ്യാജ പ്രചരണം നടത്തുന്നു. ഇതൊരു ഒരു ഇല്ലാത്ത കാര്യം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നിലമ്പൂരിൽ ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും, ഇപ്പോൾ ഉയരുന്ന എല്ലാ വിഷയങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സജിത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇന്നത്തെ ദിവസം നിലമ്പൂരിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇന്ന്